ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ വണ്ടികൾ അടിച്ച മതി. നമ്മുടെ സുമേഷയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ റോക്കി ബൈ കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റിയിൽ വന്നിട്ടുണ്ട്. എന്താ KGF 3യുടെ എന്തോ ഷൂട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഇതിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ കണ്ടോ ആളുടെ വീട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റോക്കി ബൈ വന്നപ്പോൾ നമ്മൾ റോക്കിയുടെ അല്ല ഹിമാലയൻ ട്രാൻസ്ഫർ എന്തായാലും വണ്ടി ആ വണ്ടി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ആ വണ്ടി എന്തായാലും നോക്കിയിട്ട് വരാം. എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടിരിക്കുന്ന ആ വണ്ടി ആളുടെ വീടിൻ്റെ അവിടെ നോക്കിയിട്ട് വരാട്ടോ നമുക്ക്. എന്തൊട്ട് ഇവിടെ വലിയ ബ്രിഡ്ജിൻ്റെ കയ്യിലൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊട്ട് തേങ്ങയാണോ പോകുന്ന അറിയില്ല. ഇത് മറ്റേ കാർ ഓടിച്ചുകൊണ്ട് പോകാനൊന്നും അല്ല കേട്ടോ. ഇത് വേറെ എന്തോ ഒരു വലിയ സംഭവമാണ്. നല്ല ഹൈറ്റുണ്ട് ഈ സാധനത്തിന്. ഇതിന് ആൾക്കാർ ബ്രിഡ്ജ് ടു ഹെൽ അങ്ങനെ കണ്ടാണ് കേട്ടോ പറയണേ. എന്താവുമോ എന്താ നമുക്ക് വേഗം കണ്ടിട്ട് നമ്മൾ റോക്കി ബായുടെ വീടിൻ്റെ അവിടേക്ക് പോകാട്ടെ. നമ്മൾ റോക്കി ബായുടെ വീട് നോക്കി പൊന്നി ഗൈസ് ഇതുണ്ടാ നിങ്ങൾ? അയ്യോ വണ്ടി എടുത്ത് മോട്ടറോ സോറി ജസ്റ്റ് ഒന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും സൈഡിൽ ഒതുക്കി ഇടാം. നമുക്ക് വേറെ ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാട്ടോ. പൊന്നെ വണ്ടികളുണ്ടോ നിങ്ങൾ? ഒരു റോൾസ് റോയ്സ്, ഒരു ലംബോർഗിനി, പിന്നെ നമ്മുടെ റോക്കി ബൈക്ക്. ഈ 3 വണ്ടികളാണ് നമ്മുടെ റോക്കി ബൈയുടെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടത്. അതാരാണോ അത്? എനിക്ക് ബ്ലാക്ക് സൂപ്പറല്ല അടങ്ങുന്നത്. എനിക്ക് ബ്ലാക്ക് സൂപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇയാളുടെ ഈ ഒരു മതിൽ കണ്ട് കയറിണ്ടെന്ന് ഇവരുടെ ബോഡി ഗാർഡ് നമ്മളെ വെടി വെച്ച് കൊല്ലും. ഇയാളുടെ കുറേ ബോഡി ഗാർഡാണ്. നമ്മുടെ റേഞ്ച് റോവറില്ലേ സാധനത്തിൽ നടക്കണ്ടടി. ഇയാൾ എപ്പോഴും ചുറ്റി നടക്കുക പറ്റ്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ ചുറ്റി പറ്റിക്കട്ടെ. എനിക്കൊന്ന് ടോയ്ലറ്റ് പോകുമ്പോഴുണ്ട്. ഞാൻ അവിടെ മരുന്ന് പോയിട്ട് വരാം. അവിടെയാണ് ടോയ്ലറ്റോ. എനിക്ക് ഇവിടെ വല്ലതും കൊണ്ടേ വെച്ച് ഇവിടെ ഞാൻ ഒന്ന് വേഗം പോയിട്ട് വരാട്ടെ. ഇനിയിപ്പോൾ എന്ത് പറയുന്നു? ഇത് ഓരെൻ്റെ വീടിൻ്റെ മുന്നിലൊന്നുകൊണ്ട് ലംബോർഗിനിയൊക്കെ പാർക്ക് ചെയ്തു. ഇതിനൊരു ടെറിസും ഇല്ലേ ഈ വണ്ടി? ഇറങ്ങിയിട്ടില്ല എടുക്കും വണ്ടി കണ്ടക്കൂടെ ആരുണ്ടോ? ഇത് ഓരണോ അതിൻ്റെ ഓണർ? എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഓഡീഷനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ബൈക്ക് ഇടുന്ന ഏത് കൊണ്ടെടുക്കാം? ബൈക്ക് എടുക്കണോ കാർ എടുക്കണോ? നമ്മൾ ബൈക്ക് എടുത്തിട്ട് എന്തായാലും പോകാം. ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ വണ്ടി. നൈസ് വണ്ടി. പക്ഷേ ഇതിനകത്ത് ആകെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ആൾ ഇരിക്കണം. ഇത്ര ടാസ്ക് വേണ്ടന്നെ അങ്ങോട്ട് പോലും ഡയറക്ടറാണ് തെറി വിളിക്കും. അയ്യാ ഇപ്പോഴൊന്നൊരാശ്വാസയ്യേ. റോക്കി ബൈ പോയാ? അയ്യോ റോക്കി ബൈ പോയിന്ന് തോന്നുന്നു കേട്ടാ. പക്ഷേ നമ്മുടെ യശ് പോയി. അവിടെ ബൈക്കും കൊണ്ടുകൊണ്ട് പോയി. ടോയ്ലറ്റ് പോകാൻ വേണ്ടിയ സമയം. നമുക്കൊന്ന് കയറി നോക്കട്ടോ. അയ്യോ നമുക്കൊന്ന് വണ്ടി പോയിട്ടാ. റോക്കി ബൈ പോയി. 90 കേട്ടോ സിഗരറ്റ് പിടിച്ച് പുറത്ത് നോക്കും. ഞാൻ ഈ ബൈക്കൊന്നും കാണാൻ വേണ്ടി കയറുക. ചേട്ടൻ എന്ത് ഇങ്ങനെ ഇടിക്കണേ? നീ കൊണ്ടുപിടിച്ച് മാറ്റി വന്നോ? എനിക്ക് നന്നായിട്ട് അറിയാം. നീ കൊണ്ടുപിടിച്ച് മാറ്റി വേണ്ടി മാത്രം വന്നതോ? അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ യഷിൻ്റെ സ്വന്തം സീക്രട്ട് ബോഡി ഗാർഡോ? സീക്രട്ട് ബോഡി ഗാർഡെന്നുണ്ടെന്ന് എൻ്റെ ആരും പറഞ്ഞേ. അതൊന്നും ഞാൻ വിശ്വസ്തനെ. എവിടേക്ക് ഓരെങ്കിലും കൂറുണ്ടല്ലോ ഞാൻ എപ്പോഴും അടിച്ചു കൊടുക്കും. ഞാൻ വേഗം വെക്കൂ. അയ്യോ തല്ലല്ലേ. ഞാൻ പൊക്കോളാം. അയ്യോ ഞാൻ ആ കാറൊന്നും കണ്ടപ്പോൾ സെക്യൂരിറ്റി ഒന്നും ഇല്ലാന്നല്ലേ. തോന്നുന്നു പൊക്കൂ. തനിക്കുള്ള ലംബോർഗിനി ടെറിസൊക്കെ ഉള്ളത്. താൻ ചെയ്തിട്ടില്ല ഏറ്റവും വലിയ പണക്കാരൻ. അയാമാണ് പണക്കാരൻ. ഒന്ന് പോയി തന്നെ ഒന്നോടൊന്ന് പിച്ചക്കാരൻ ലുക്കുണ്ടല്ലോ. തോന്നുന്നില്ല പൊക്കോളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടും. നമുക്ക് വേഗം പോവാട്ടാ. എന്നിട്ട് നമുക്ക് വീടെത്തിയിട്ട് കാണാം. അതിൽ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടെത്തിയിട്ട് കാണാട്ടാ. ഇപ്പോഴൊന്ന് ആശ്വാസമായ. ഞാൻ ഒന്ന് വണ്ടി സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് റോക്കി ബൈ പോയാ? റോൾസ് റോയ്സും പോയല്ലോ. റോക്കി ബൈ എങ്ങോട്ടാ പോയാ? എനിക്കാണെങ്കിൽ ടോയ്ലറ്റ് കൊണ്ട് സമയം നല്ല സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനിപ്പോൾ എന്തൊരു ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. ഇപ്പോൾ വേറെ പണി. എനിക്ക് ആ വണ്ടി അടിച്ച് മാറ്റണം ഗൈസ്. ആ വണ്ടി നല്ല റോൾസ് റോയ്സ് എനിക്ക് അടിച്ച് മാറ്റണം. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് വേഗം തന്നെ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ഒരു കിടുക്കൻ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്ലാനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കിടുക്കൻ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളുടെ വീണ്ടും ഭൂമിയിൽ നിൽക്കാത്ത വണ്ടി തട്ടണല്ലേ ചേട്ടാ?
ഗൈസ് എനിക്കൊരു പ്ലാൻ ഐഡിയ കിട്ടി. നിങ്ങൾ വിചാരിച്ചത് തന്നെയാണോ ഞാനും വിചാരിച്ചേ? ഇവിടെ ഇരിക്കും. ഞാൻ വിചാരിച്ചത് തന്നെയാണോ നിങ്ങളും വിചാരിക്കുന്നേ? കണ്ട ഈ വണ്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി ചില്ല് പൊട്ടി. സീനില്ല, ചില്ലല്ലേ. ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഈ വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ വേണ്ടി നോക്കും. കണ്ട അടിയിൽ കൂടെ സുഖമായിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് ഈ വണ്ടി നമുക്കൊരു കാര്യം ചെയ്യും. വേറെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് നൈറ്റ് ഇങ്ങനെയൊക്കെ വരാട്ടെ. അപ്പോൾ രാത്രി കിടക്കാൻ പോലത്തെ ഐഡിയ ആയിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ. പ്ലാൻ എ വർക്കൗട്ട് ആയി, പ്ലാൻ ബി വർക്കൗട്ട് ആവും. പ്ലാൻ എ വർക്കൗട്ട് ആവാൻ ചാൻസ് കുറവാണ്, ഞാനിപ്പോൾ കാണിച്ചില്ല. അതാണ് പ്ലാൻ ബി എന്തായാലും വർക്കൗട്ട് ആവട്ടെ. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചെല്ലാം. അയ്യോ ഞാൻ എന്തായാലേ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകണം എനിക്ക്. അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം. കാരണം എനിക്ക് വേറൊരു വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ശരിയാവില്ല. ആ വണ്ടി അവിടെ കിടക്കേണ്ടി വരും. ഈ വണ്ടി റയർ വണ്ടി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ എന്ത് പറയാനാ. ഓക്കെ, നമുക്ക് വേഗം തന്നെ നമ്മൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് നമുക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ഒരു സിമിയോൺ എന്നാണ്. അപ്പോൾ നമ്മുടെ സിമിയോൺ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിമിയോണിൻ്റെ കടയിലും കാര്യങ്ങളൊക്കെ പോവാട്ടോ. സിമിയോൺ ആളുടെ മോൻ സുണ്ണിമോനാണോന്ന് അറിയില്ല. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചെല്ലാട്ടോ ആളുടെ കടയിലേക്ക്. ആളുടെ കടയിൽ ഞാൻ വിചാരിച്ച വണ്ടി കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ആളുടെ കടയിൽ കൂടുതൽ സൂപ്പർ കാർസ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആ വണ്ടി ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം അവിടെ നിന്ന് അവിടേക്ക് പോകാൻ ഒരു വണ്ടി ഇങ്ങനെയൊക്കെ കാണാം. ഒരു ബുഗാട്ടി പോകുന്നുണ്ട്. ആ ബുഗാട്ടി നമുക്ക് വേഗം ചെന്ന് എടുത്തിട്ട് വരാട്ടെ. ഓടിയിട്ട് എത്തണമെങ്കിൽ ഒരൊറ്റ വണ്ടി കാണാനില്ല കേട്ടോ. എന്തിട്ട് പറയാനാ. അല്ലെങ്കിൽ സിറ്റിയിൽ എല്ലാവരും ഉണ്ടാക്കണ്ട, എല്ലാവരും നടക്കുന്ന പെട്രോൾ വണ്ടികൾക്ക് നിരോധിച്ച. കാരണം ആൾക്കാരൊക്കെ കൂടുതൽ നടക്കണേ ചുറ്റാണോ. ഇനിയിപ്പോൾ നമുക്ക് ഓടിപ്പോണ്ടി വരും അവിടേക്ക്. ഏതെങ്കിലും ഒരു വണ്ടി താടെ, ഒരൊറ്റ വണ്ടി പോലും ഇല്ല ഇപ്പോൾ ഗെയിമിൽ. ഒരു കാര്യം ചെയ്യാം, എങ്ങനെയൊക്കെ വഴി നല്ല വണ്ടി കിട്ടുമെന്ന് നോക്കാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഒരു ലംബോർഗിനിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഉള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വന്നേക്കാണ്. ഓക്കെ, ഷോറൂം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ വെച്ചുപിടിച്ച്. അയ്യോ വണ്ടി മറഞ്ഞേ. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് മറിഞ്ഞ ഇപ്പോൾ സീൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ഷോറൂമിലേക്ക് പോവാട്ടോ വേഗം. ഷോറൂമിൽ ഉണ്ടാവുക വണ്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തോളം പറഞ്ഞു കേട്ടോ. നമുക്ക് എന്നാൽ ഷോറൂമിൻ്റെ അകത്തേക്ക് കേസ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബ്ലാക്ക് റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കണം, മേടിച്ചിട്ടില്ലേ. ഓക്കെ, ഇവിടെ ഒരു ബ്ലൂ കളർ കൊൻസെഗും സൂപ്പറാണ്. ബ്ലാക്ക് ഒരു KTM, അതേതാ ആർസാ, ആർസ് അല്ലേ ഇത്. ആർസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഏതൊക്കെ വണ്ടികളുണ്ട്. ചുവപ്പ കളറിലൊരു വണ്ടിയാണ്. ആ വണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. സ്വിമ്മിങ്ങിൽ അത് റിച്ച് ആയിട്ടുണ്ട് കണ്ടോ. ബൈക്കിൽ നിന്ന് അയാളടിക്കണുണ്ട്. നിങ്ങൾ ചുമരുമ്പോഴേക്കും നമുക്ക് മുകളിൽ കയറുന്ന അവിടെ കാറുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, ഹമ്മറിൻ്റെ പിക്കപ്പ് അല്ലേ ഈ വണ്ടി. അത്യാവശ്യം റയർ വണ്ടിയാണ് കേട്ടോ. ഈ സിറ്റിയിൽ കുറച്ചെങ്ങാണ്ടുള്ളൂ, ഒരു 5-6 കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ മോഡിഫൈഡ് താറ്, ഇത് 5-6 ഏത് വണ്ടി, R15 അല്ല ഗൈസ്, നമ്മുടെ പുതിയ ZX10R അല്ലേ. അതെല്ലാം നോക്കി വണ്ടി ഒന്ന് കയറി നോക്കാട്ടെ. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ ഏത് വണ്ടി എടുത്തോട്ട് പോയാലും അവൻ എന്നോടൊന്നും പറയില്ല. കാരണം എൻ്റെ പകുതി പൈസ ഞാനാണ് കേട്ടോ കൊടുത്തത്. ചുവപ്പ് കളർ ZX10R, പച്ച കളർ ഉണ്ടായിട്ടുണ്ട്, ചുവപ്പ് കളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയ്യോ വണ്ടി ഒന്ന് വീണു, വേറൊന്നും പറ്റിയിട്ടില്ല. ദൈവമേ അവനെന്നെ കൊല്ലൂട്ടാ. ദേ വീണ്ടും വീണു. അപ്പോൾ അവിടെ കിടക്കട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ പണി നോക്കാം. അയ്യോ ഞാനിവിടെ തലടിച്ച് വീണേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, 1 ലിറ്റർ ചോര പോയെന്നുള്ളൂ. നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോവാട്ടെ. വണ്ടി കൊണ്ട് എനിക്ക് വേഗം നമ്മൾ സ്ഥലം വിടണം. സ്ഥലം വിടില്ല, ഐ മീൻ നമ്മുടെ റോക്കി ബൈയുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ പോകട്ടെ വേഗം. അല്ലെങ്കിൽ ചിലപ്പോൾ റോക്കി ബൈ വേറെ വല്ലയിടത്താണെങ്കിലോ നോക്കണ്ടെങ്കിൽ ബൈക്കും എനിക്ക് റോൾസ് റോയ്സും കൂടി വേണമെന്നുണ്ട് കേട്ടോ. ഈ വണ്ടിക്കൊരു ഡാമേജും വരേണ്ട, വീട്ടിലെത്തിക്കണം. തിരിച്ച് റിസ്ക്കാണ് കേട്ടോ പരിപാടി. ഒരു ഡാമേജും പറ്റിയെടുത്ത് ഈ വണ്ടിക്ക് ഡാമേജ് പറ്റിയാൽ പെടും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പകുതി ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തിനെടുക്കണേന്ന്. എന്നാലും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയണില്ല. നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. വണ്ടിയാണെങ്കിൽ ഒടുക്കത്ത ഭാരാട്ടോ.
അപ്പന്മാരൊക്കെ എങ്ങനെയാണോ ഈ വണ്ടികളൊക്കെ ഓടിക്കണേ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ വണ്ടി. വളയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ തൊടുമുടി ഒറ്റ വിടലാന്നേ. പക്ഷേ ഈ വണ്ടിയാണെങ്കിൽ പതുക്കെ വളയ്ക്കണം കേട്ടോ. വളച്ചില്ലെങ്കിൽ നമ്മൾ പെടും എന്ന് പറഞ്ഞാൽ ശരിക്കും പെടും. വണ്ടി ചവിട്ടുമ്പോൾ നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് മോഡൽ റേഞ്ച് റോവറാണ് കേട്ടോ, നമ്മുടെ പുതിയ മോഡലല്ല. ഇവോക്കല്ല, ഇത് ഏതാണോ മോഡൽ, ഇതൊരു പഴയ മോഡൽ റേഞ്ച് റോവറാണ്. അതെന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റേഞ്ച് റോവർ തന്നെയാണ്. ഞാൻ പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് ഒന്നുമല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ഇവോക്ക് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഇവോക്കൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓക്കെ, ഞാൻ എന്തായാലും ഈ വണ്ടികളിലേക്ക് ഇവിടെ ഇടാം. നമുക്ക് ഇവിടെ ഇടാം, നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഇടണ്ട വണ്ടി. കാരണം അത് ഇനിയിപ്പോൾ വല്ലവരും കണ്ടാലോ. അല്ലെങ്കിൽ നമുക്ക് ആ ഫാക്ടറിയുടെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇടാട്ട. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എങ്ങനെ കിടക്കണോണ്ട് ആരെങ്കിലും ഡൗട്ട് അടിച്ചാൽ ചെറിയൊരു സീനുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ എൻ്റെ അകത്തേക്ക് കയറ്റിടാട്ട. കാരണം പോലീസുകാർ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇട്ടാൽ അവന്മാർക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, അവന്മാർ പൊട്ടന്മാരാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇടാട്ടെ. ഇനി നമുക്ക് വീട്ടിലേക്ക് ഇവിടെ നൈറ്റായിട്ടും കാര്യങ്ങളൊക്കെ വരാട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം നൈറ്റായിട്ടുണ്ട്, നമ്മൾ വണ്ടിയുടെ വെളിച്ചം കാര്യങ്ങളൊക്കെ ഓണാക്കാം. എനിക്ക് കണ്ണ് കാണില്ല കേട്ടോ. ഈ സ്ഥലമാണെങ്കിൽ ഒട്ടും വെളിച്ചില്ലാത്ത സ്ഥലം കാര്യങ്ങളൊക്കെ. ഗവൺമെൻറ്റിനോട് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് പോലും ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ പോവാട്ടെ. നമ്മുടെ റോക്കി ബായുടെ വീടിൻ്റെ അവിടേക്ക്, റോക്കി ബായുടെ വീട് അവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമുക്ക് അങ്ങോട്ട് വേഗം പോകും. ഇപ്പോൾ വണ്ടികളൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് അവിടെ, മറ്റേ വണ്ടികൾ അതെന്തോ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് റോക്കി ബായുടെ. എന്നോട് സുമേഷ് ഏട്ടൻ പറഞ്ഞു അവരുടെ ബോഡി ഗാർഡ്സിൽ തന്നെ ഒരു ചോർത്തണ ഒരാൾ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ചോർത്തനും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ചാരൻ. ഓക്കെ, അവനെന്നോട് പറഞ്ഞിട്ട് അവർ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, അവർ വേഗം പോക്കോളുന്ന്. അപ്പോൾ നമുക്ക് വേഗം എന്നൊക്കെ ഇവിടെ നിന്ന് പോകാം. നമുക്ക് ഇതുവഴി എടുക്കേണ്ടത്, ഇതുവഴി എടുക്കുമ്പോൾ കുറച്ച് നേരം പിടിക്കും. നമുക്ക് നമ്മൾ ഗ്രാസിൽ കൂടെ എടുക്കാം. വണ്ടി മറിഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും പറ്റരുത് കേട്ടോ. കംപ്ലൈൻറ്റ് പറ്റി മൊത്തം പോയി. ഓക്കെ, നമുക്ക് വേഗം എന്നൊക്കെ ഇവിടേക്ക് പോവാം. ഇവിടെ ഇട്ടായിരുന്നില്ല റോക്കിബായുടെ വീട്. ഞാൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് കാണാം. ഞാൻ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മൾ റോക്കിബായ് ഇപ്പോൾ വീട്ടിലില്ല കേട്ടോ. റോക്കിബായുടെ സീക്രട്ട് സ്ഥലത്തു നിന്നും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാരനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സീക്രട്ട് സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്കൈ ടവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ റോക്കിബായുടെ ബൈക്ക് ഇരിക്കണേ. റോൾസ് റോയ്സ് റോക്കിബായുടെ അല്ല എന്നാണ് കേട്ടോ പറയണത്. അത് കിട്ടണം എന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. നമുക്ക് വേണ്ടെന്നാലും നമുക്ക് എന്തായാലും ഇപ്പം അതല്ല. ഇനിയിപ്പോൾ വണ്ടി ഡാമേജ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് അവൻ്റെ ഷോറൂമിൽ ഞാൻ പറഞ്ഞിട്ട് അവൻ വേറെ ഒന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവൻ അടിച്ചു മാറ്റിയത് അങ്ങോട്ടാണ്. ഇവിടെ എവിടെയാണ് നമ്മൾ സ്കൈ ടവർ? ഇതെവിടെയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല ചേട്ടാ. പറഞ്ഞ പോലെ അവിടെ പോയി ഒന്ന് നോക്കാട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി മൊത്തം നോക്കാം. സ്കൈ ടവറൊന്നും കാണാനില്ല കേട്ടോ. അമ്മ ഇതെവിടെ സ്കൈ ടവറെന്ന് എന്നൊക്കെ പറഞ്ഞേ. നമുക്കൊന്ന് നോക്കാട്ടാ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. സ്ഥലം കിട്ടി. ഇതാ കാണുന്ന ഇതിൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നേരെ കാണുന്ന ഒരു ഇതിങ്ങനെ നമ്മുടെ ബേബി ഇങ്ങലിലൂടെയൊക്കെ ഒരു ചിഹ്നം പോലത്തെ. അപ്പോൾ ഞാൻ നേരെ പോകുന്നില്ല. ആ ഒരു ടവറിൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞാൽ. നമുക്ക് അതുവഴി മുകളിലേക്ക് പോവാം എന്തായാലും. ഇവിടെ എവിടെയാണോ ജെറ്റ് പാക്ക് ഇട്ടേക്കണത്, നമുക്ക് അതുവഴി മുകളിലേക്ക് പോവാട്ടെ എന്തായാലും. വേഗം ചാടി ഇറങ്ങ്, വേഗം പോവാട്ടെ ഇതിൻ്റെ മുകളിലേക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ മുകളിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഇരിക്കണം നമ്മുടെ റോക്കി ബൈക്കും കാര്യങ്ങളൊക്കെ. ഞാൻ നമ്മുടെ റോക്കി ബൈക്കും കാര്യങ്ങളൊക്കെ താഴേക്ക് ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്റ്റാർ വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 3, 2, 1. ഇയാളത് എങ്ങനെയാണ് അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി? അയ്യോ, സ്കില്ല് തെറ്റി വേറെ ഏതൊരു ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് വന്ന് വീണ് ഞാൻ. ഒന്നും കൂടി സെറ്റാണ്. നമുക്ക് വേണം ഇതെടുത്ത് വീട്ടിലേക്ക് പോകും. ഇതിപ്പോൾ നമുക്ക് 3 സ്റ്റാർ വേണ്ട ലെവൽ. എന്തോട്ടേ, ഞാൻ ഒരു ബൈക്ക് മാത്രമല്ല മോഷ്ടിച്ചുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇയാൾ എത്ര വലിയ സെറ്റപ്പ് ആയിരുന്നോ. ഒരു കാര്യം റാമ്പിൻ്റെ മണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ ചാടി പോവാട്ടെ.
ഈ റാമ്പിൻ്റെ മുകളിലേക്ക് എന്തായാലും അവന്മാർക്ക് എത്താൻ പറ്റില്ല. അയ്യോ പെട്ടിടാ. നമുക്ക് വേണം നമ്മളെ എവിടേക്കിപ്പോൾ പോവാം, നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോവാം നമുക്ക്. റോക്കി ബൈ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ ക്യാമറ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല. അവന്മാരത് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ അതെനിക്ക് മനസ്സിലാവാൻ വേണ്ടില്ല. ഓ അയ്യോ എടുത്ത് തലടിച്ച് വീണേ. വേഗം എനിക്ക് ഇവിടെ കൊണ്ടുപോയി റാമ്പ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കണം അവന്മാർ. ഒരു സ്റ്റാർ നമുക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം പോകണം. നമുക്ക് ഈ റാമ്പിൽ കൂടെ കയറാൻ പറ്റും നോക്കട്ടെ. പറ്റിയില്ല, സ്പീഡില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം എത്താൻ പറ്റിയില്ല. ഒന്നുകൊണ്ട് വീലൊക്കെ അടിച്ച് പോകണേ. മാസ് എൻട്രി ഇടാം നമ്മുടെ ടു. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ പോവാം അവിടുന്ന്. നമുക്കിപ്പോൾ എങ്ങോട്ട് പോവാമെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിട്ടിരിക്കുകയുണ്ട് ഞാൻ. എങ്ങോട്ട് പോവും? ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. നമുക്ക് ജുറാസിക് പാർക്കിലേക്ക് പോവാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവിടേക്ക് ആകുമ്പോൾ പോലീസുകാരെങ്ങനെ വരുമൊന്നുമില്ല. അവന്മാരൊക്കെ പൊട്ടന്മാരാ. എന്നാൽ ഞാൻ അന്നോടത്തേക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കണേ. എനിക്കിതെല്ലാം പറ്റിയ ഞാൻ വന്നോടത്തേക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അപ്പുറത്തേക്ക് പോകണ്ടതേ കാണുന്നു റാമ്പ്. നമുക്കിവിടെ തന്നെ അവന്മാരെ കുറേ നേരം കളിപ്പിച്ചൊക്കെ നമുക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകണം. ഞാൻ ഈ റാമ്പ് ചടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഈ റാമ്പ് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നു. തെറ്റിപ്പോയി, സീനില്ല. തെറ്റൊന്നും പറ്റിയില്ല. നമുക്ക് വേഗം പോകട്ടെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്കിപ്പോൾ. നമ്മുടെ ആ റേഞ്ച് റോവർ ഇപ്പോൾ അവിടെ നടക്കുന്നത് നമ്മുടെ സിമിയം വന്നെടുത്തിട്ട് പൊക്കോളും. ഓക്കെ. എനിക്കിപ്പോൾ ബൈക്ക് വേഗം കൊണ്ടുപോകേണ്ടത് നല്ല വലിയുള്ള ബൈക്കാണ്. അയ്യോ ഞാൻ ചത്തു. അയ്യോ വണ്ടി വന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണട്ടെ ഇവന്മാരൊക്കെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്തിട്ട്. പക്ഷേ എൻ്റെ ലൈഫ് ചെറുതായിട്ടൊന്നും കുറഞ്ഞു കേട്ടാ. വേറെ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ 2 സ്റ്റാറിൽ നിന്ന് 1 സ്റ്റാർ ആയിട്ടുണ്ട്. ഇയാൾ എവിടെ നിന്നാ ഇപ്പോൾ വന്നേ? ഞാൻ വീണ്ടും ഇയാളെ രക്ഷപ്പെട്ടിട്ട് കാണാം. ഓക്കെ, നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ റിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പൈസ വാരി എറിയാനുണ്ട്. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോവാട്ടോ. പിന്നെ ഗൈസ് എനിക്ക് ഈ വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇമാതിരി മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഇത്. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിന് ഹിമാലയൻ ട്രാൻഫ് അങ്ങനെ ഏതോ ആണ് വണ്ടി. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി. അതായത് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഈ വണ്ടിയുടെ ഹിമാലയൻ എന്നൊക്കെ ഇത് കാണിച്ച് കിട്ടിയതാണ് കേട്ടോ. ഹിമാലയൻ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഹിമാലയൻ കേട്ടോ അവിടെ ഒക്കെ ആയിട്ടുണ്ട്. റോക്കിന്ന് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പേരൊക്കെ ഇയാളുടെ അടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് അടുക്കളയിലുണ്ടായി വർക്ക് ചെയ്ത് വയ്ക്കാം നമ്മുടെ വീടിൻ്റെ. ആയിരിക്കും കുറച്ചും കൂടി വേണം. കാരണം വീടിൻ്റെ അകത്ത് ആരും ബൈക്ക് വർക്ക് ചെയ്യില്ല എന്ന് ഈ പൊട്ടന്മാർക്ക് അറിയില്ലല്ലോ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീടെന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാക്കി വെച്ചേക്കണത്. അതായത് ഞാൻ ആക്ച്വലി വീടിൻ്റെ അകത്താണ് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാറില്ല. ഇതേപോലെ മോഷ്ടിച്ച് വന്നത് കാറ് നമുക്ക് അങ്ങോട്ട് മാത്രം എടുത്ത് വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ വീടുകളുടെ വാതിലൊക്കെ എല്ലാം നല്ല വലുതായിരിക്കും. അടുക്കളയിൽ എടുക്കട്ടെ. വണ്ടി ഇടയ്ക്ക് കുറച്ച് ഇതും കാര്യങ്ങളൊക്കെ പാകം ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ റോഡ് ടു ഇനിയിപ്പോൾ നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. നിങ്ങൾ കാരണം എനിക്ക് 200 അടിച്ചു. ഇനി നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ച് സബ്സ്ക്രൈബ് പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അടുത്ത് സ്കൂൾ തുറക്കാറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഇടൽ ഭയങ്കര ഇല്ലേ. കുറച്ച് നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടണം. അപ്പോൾ അതിനൊന്ന് സഹകരിക്കുക ഗൈസ്. കാരണം നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തൊരു പെട്ടെന്നല്ലേ വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയേ. ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ടുകൊണ്ടുവന്നായിരിക്കും. ബൈ. ഞാൻ എങ്ങനെയൊക്കെയോ മരം രക്ഷപ്പെടാറുണ്ട്. 1 സ്റ്റാറും കൂടി ആ സ്റ്റാർ വേഗം പോയാൽ മതിയെന്ന് രാത്രി ആയതുകൊണ്ട്. വണ്ടിക്ക് ഹെഡ് ലാമ്പ് ഇട്ടിട്ട് ഞാൻ മറന്നു. ജസ്റ്റ് മിസ്. ടണലൊക്കെ പൊളിച്ചു തുടങ്ങിട്ടോ. അപ്പം പറക്കാൻ കണ്ട സമയം. ബ്രേക്ക് കൂടി. ഇവിടെ നിന്ന് ഈ വളച്ചിലാണ് ഒരു ചെറിയ റിസ്കി. തുറക്ക്. എത്തി എങ്ങനെയെങ്കിലും. എത്തിയപ്പോഴേക്ക് സ്റ്റാർ പോയേ.
ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ പോകട്ടെ. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവണില്ലേ. നമുക്ക് വേഗം പോകും. ബൂം ബൂം ബൂം. കണ്ടോ? ഹലോ ചേച്ചി, കണ്ടോ? റോക്കി ബേയുടെ ബൈക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വീട്ടിൽ ഇത് ഇടാത്ത റിസ്ക് ആയിരിക്കും. അതൊന്ന് സുമേഷൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അതായത് എൻ്റെ പഴയ വീട്. ഓക്കെ, ഇവിടെ എവിടെയിട്ടായിരുന്നു ഞാൻ എൻ്റെ പഴയ വീടിൻ്റെ ഇതൊക്കെ മറന്നിടുക. വണ്ടിയിൽ പെട്രോളില്ലേ, കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകാട്ടോ. എന്തായാലും ഇവിടം വരെ വന്നു. വണ്ടിയിൽ എത്ര ഉണ്ട്? കുറച്ചുള്ളൂ ഗൈസ് പെട്രോള്. വേഗം കാര്യങ്ങളൊക്കെ അടിക്കാട്ടെ നമ്മുടെ പെട്രോളും കാര്യങ്ങളൊക്കെ. ഓക്കെ,